നമസ്തേ. ഇത് CBSE 10ൻ്റെതാണ്. ആർട്ടിഫിഷ്യൽ അവരുടെ കമ്പ്യൂട്ടർ പേപ്പറിനോട് കൂടെയുള്ളതാണ്. ഇത് എംപ്ലോയബിലിറ്റി എന്ന് പറഞ്ഞ ആ ടെക്സ്റ്റില് എന്റർപ്രണറിയൽ സ്കിൽസ് ആണ് നമ്മളിവിടെ പറയുന്നത്. സെക്ഷൻ 1 അതിന്റെ വീഡിയോ ഉണ്ട്. സെക്ഷൻ 3 ഇപ്പൊ പറയുന്നത്. മിത്ത് അബൌട്ട് എന്റർപ്രണർഷിപ്പ്. അത് നമുക്ക് നോക്കാം. We know that entrepreneurs are all around us. ഈ സംരംഭകര് നമ്മളുടെ ചുറ്റും ധാരാളം ഉണ്ട്. But even now, how many of us want to be entrepreneurs ourselves? നമ്മുടെ ചുറ്റും ധാരാളം ഉണ്ടെങ്കിലും നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, എത്ര പേർക്ക് എന്റർപ്രണർ ആകണം? We connect entrepreneurship with some thoughts and opinions. ചില ചിന്തകള്, ചില അഭിപ്രായങ്ങള്, അതും സംരംഭകത്വമായിട്ട് കണക്ട് ചെയ്യും. Some people think being an entrepreneur is easy, and some people think it is difficult. ചിലരുടെ വിശ്വാസം സംരംഭകനാകുക അത് വളരെ എളുപ്പമുള്ളൊരു പരിപാടിയാണെന്നും, ചില ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം നേരെ തിരിച്ചാണ്, അത് വളരെ ബുദ്ധിമുട്ട് പിടിച്ച പരിപാടിയാണ്. Some people may even think they are not meant to be entrepreneurs. They are not meant to be entrepreneurs. ചിലർ വിചാരിക്കുന്നത് നമ്മൾ ഇതിനെ പറ്റിയ ആളല്ല, നമുക്ക് എന്റർപ്രണർ ആകാൻ പറ്റില്ല. A myth, misconception, ഒരു തെറ്റായ ധാരണ. It's a false belief or opinion about something. അപ്പോ ഒരു തെറ്റായ ധാരണ, അതാണ് മിത്ത് എന്ന് ഉദ്ദേശിച്ചത്. For example, if we think tall people run faster than short people, we have a misconception. നമ്മൾ വിചാരിക്കുകയാണ് നല്ല ഉയരമുള്ള ആൾക്കാരായിരിക്കും പൊക്കം കുറഞ്ഞ ആൾക്കാരൊക്കെ കൂടുതൽ വേഗത്തിൽ ഓടുന്നത്. ഇതൊരു തെറ്റായ വിശ്വാസം, സത്യമല്ല അത്. The truth is that short people can also run fast. വലിയ കാലുകളുള്ള ആൾക്കാർക്ക്, നീളമുള്ള കാലുള്ള ആൾക്കാർക്ക് ഓടുന്ന അതേ വേഗത്തിൽ ചെറിയ പൊക്കം കുറഞ്ഞ ആൾക്കാർക്ക് ഓടാം. അപ്പൊ അതൊരു തെറ്റായ ധാരണ. In the same way, here are some misconceptions we might have about entrepreneurship. ഈ തെറ്റിദ്ധാരണ പോലെ, തെറ്റായ ഒരു വിശ്വാസം പോലെ നമുക്ക് ഈ എന്റർപ്രണർഷിപ്പിലും സംരംഭകത്വത്തിലും ഇങ്ങനെ ചില തെറ്റായ ധാരണകളുണ്ട്. നമുക്കതിന്റെ സത്യാവസ്ഥ നോക്കാം. ഒന്നാമത്തെ തെറ്റിദ്ധാരണ, misconception. The misconception is that every business idea needs to be unique or special. നമ്മളുടെ ആദ്യത്തെ ഒരു വിശ്വാസം ഇങ്ങനെയാണ്, നമ്മളുടെ എല്ലാ ഈ ബിസിനസ് ഐഡിയയും വളരെ യുണീക്കായിരിക്കണം, ബാക്കിയുള്ളവൻ ചിന്തിച്ച പോലെ ആകരുത്. നമ്മളുടെ അത് ഏറ്റവും യുണീക്കായിരിക്കണം, വേറൊരാൾ ചിന്തിച്ച പോലെ ആകാൻ പാടില്ല. The businesses mentioned in the activity above are common business that we say every day. നമ്മൾ ബിസിനസ്സസ് നേരത്തെ പറഞ്ഞതെല്ലാം നിത്യജീവിതത്തിൽ സാധാരണ നമ്മൾ കാണുന്ന കച്ചവടങ്ങളെ കുറിച്ച്. But each entrepreneur saw customer demand and bought a new idea into their business. പക്ഷെ ഓരോ സംരംഭകനും, ഓരോ എന്റർപ്രണറും കസ്റ്റമറുടെ ആവശ്യം എന്താണെന്ന് മനസ്സിലാക്കി അങ്ങനെ പുതിയൊരു ഐഡിയ ബിസിനസ്സിലേക്ക് കൊണ്ടുവരിക ചെയ്യും. A person can take an idea that is already there in the market and do something different with it. അപ്പോൾ ഒരു വ്യക്തിക്ക് ഒരു ഐഡിയ, പുതിയ ഐഡിയ ഉണ്ടാക്കാം, മാർക്കറ്റിൽ ഓൾറെഡി ഉള്ളത്. പക്ഷെ അത് വെച്ചിട്ട് ഇച്ചിരി വ്യത്യസ്തമായ ചില കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോ ഐഡിയ ഉണ്ട്, നമ്മൾ ചെയ്യുന്നത് വ്യത്യസ്തമാണ്. ഗണേഷ് ഈസ് ആൻ എന്റർപ്രണർ ഹു സ്റ്റാർട്ടഡ് എ കാർ റെന്റൽ ബിസിനസ്. അപ്പൊ ഗണേഷ് എന്ന് പറഞ്ഞ ഒരു സംരംഭകൻ, അദ്ദേഹം കാർ റെന്റൽ ബിസിനസ് തുടങ്ങി.
who wanted to be different from other car rental business. പക്ഷെ മറ്റ് കാർ റെന്റൽ കൊടുക്കുന്ന ആൾക്കാരുമായിട്ട് ചെറിയ വ്യത്യാസം ഇദ്ദേഹത്തിന് വേണം എന്ന് തോന്നി. സോ he thought of a new idea of adding luxury cars like Mercedes, BMW to his business. പുള്ളി എന്ത് ചെയ്തു? തന്റെ കാറിന്റെ കൂട്ടത്തിൽ വളരെ വില കൂടിയ മെർസിഡൈസ്, BMW പോലെയുള്ള കാറുകൾ പെടുത്തി. After 10 years of being in the business, he now has 200 cars of his 75 are luxury. അങ്ങനെ 10 വർഷത്തെ അദ്ദേഹത്തിന്റെ ബിസിനസ്സിൽ ഇങ്ങനെയാ 10 വർഷം കഴിഞ്ഞപ്പോൾ സംഭവിച്ചത്. 200 കാറുണ്ട്, അതിൽ 75 എണ്ണം ലക്ഷറി കാറാണ്. അപ്പൊ ഒരു ഡിഫറെന്റ് തിങ്കിങ് ആണ് പറയുന്നത്. പ്രാക്ടിക്കൽ എക്സസൈസ് നമുക്കിത് എന്താന്ന് നോക്കാം. ആക്ടിവിറ്റി 1, ഐഡന്റിഫൈങ് എവറിഡേ ഹീറോസ്. നമ്മുടെ നിത്യജീവിതത്തിൽ കാണുന്ന ഹീറോസ്. പ്രൊസീജിയർ. In this activity, the teacher will make chits about different professions and the students will act them out. ഇതൊരു ആക്ടിവിറ്റിയാ. പല തൊഴിലുകളുടെ ഒരു ചെറിയ കഷ്ണം കടലാസ് കുറിച്ച് വെക്കും. എന്നിട്ട് അതിനകത്തുനിന്ന് ആ ചിട്ടെന്ന് ആ കഷ്ണം കടലാസിൽ നിന്ന് അത് കിട്ടുന്ന ആൾ ആരാണ് അതനുസരിച്ച് ആക്ട് ചെയ്യണം. അതിനകത്ത് കൊടുത്തിരിക്കുന്ന പ്രൊഫഷൻസ് ഇതൊക്കെ. തൊഴിൽ: എ വെജിറ്റബിൾ സെല്ലർ നോട്ട് യൂസിങ് പ്ലാസ്റ്റിക്. ഒരു വ്യത്യസ്തത കൊണ്ട് അദ്ദേഹം വെജിറ്റബിൾ വിൽപ്പനക്കാരനാണ്, പക്ഷെ പ്ലാസ്റ്റിക് ഉപയോഗിക്കുന്നില്ല. ഒരു സ്ത്രീ, ബിസിനസ് വുമൻ, റണ്ണിങ് എ ഡെലിവറി സിസ്റ്റം, അല്ലെ, സാധനങ്ങൾ വീട്ടിലെത്തിക്കുന്ന അങ്ങനത്തെ ഒരു സിസ്റ്റം. എ ചായ് വാല സെല്ലിംഗ് ഫ്രൂട്ട് ഫ്ലേവേർഡ്. നമുക്ക് പലതരത്തിലുള്ള ചായ കിട്ടും. ഇദ്ദേഹത്തിന്റെ ചായയുടെ പ്രത്യേകത ചില ഫ്രൂട്ട്സിന്റെ ഫ്ലേവർ ഉള്ളതാണ്, ചില പഴങ്ങളുടെ സ്വാദുള്ളത്. എ ഗോൾഡ് സെല്ലർ സെല്ലിംഗ് ഗോൾഡ് ടീത്ത്. ഒരു സ്വർണ്ണ കച്ചവടക്കാരൻ, അദ്ദേഹം വിൽക്കുന്നത് സ്വർണ്ണപ്പല്ല. അപ്പോ ഇതാണ് ആ ചിറ്റ്. ആ ചെറിയ കഷ്ണങ്ങളിൽ എഴുതിയിരിക്കുന്നത്. ഇൻസ്ട്രക്ഷൻ, നിർദ്ദേശങ്ങൾ എന്തൊക്കെയാ? There will be professions of different people written on each sheet of paper. ആ ഓരോ പേപ്പറിൽ എഴുതിയിട്ടുണ്ട്. The student reads the profession and act it out for the class. അത് വായിക്കും, എന്നിട്ട് ആ പ്രൊഫഷൻ എന്താണെന്ന് കാണിക്കും. Identify what each person is doing differently in their business. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓരോ വ്യക്തിയും അദ്ദേഹത്തിന്റെ ആ സംരംഭത്തിൽ എന്താണ് വ്യത്യസ്തമായി ചെയ്യുന്നത്. ഇവിടെ ഡിസ്കസ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ്: ആഫ്റ്റർ ഓൾ ദീസ് പീപ്പിൾ എന്റർപ്രനേഴ്സ്, വൈ ഓർ വൈ നോട്ട്? ആർ ഓൾ ദീസ്, ഇവരെല്ലാവരും എന്റർപ്രനേഴ്സ് ആണോ അല്ലേ, അല്ലെങ്കിൽ എന്താ കാരണം? ബീങ് എ വെജിറ്റബിൾ സെല്ലർ, selling chai or selling gold, how many of these are new business ideas? How many are these common business ideas? അപ്പൊ അങ്ങനെ ഒരു ചർച്ചയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. Misconception 2. This misconception we have is that a person needs a lot of money to start it. ഇങ്ങനെ ഒരു വിശ്വാസം കൂടെ ഉണ്ട്. ധാരാളം പൈസ ഉണ്ടെങ്കിൽ കച്ചവടം ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ നമുക്കൊരു സംരംഭകനാകണമെങ്കിൽ നമ്മളുടെ കയ്യിൽ ധാരാളം പൈസ വേണം. സ്വാഭാവികമായും തോന്നുന്ന ഒരു മിസ്കൺസെപ്ഷൻ ആണ്. ദ മണി യൂസ് ടു സ്റ്റാർട്ട് എ ബിസിനസ് ഈസ് കാൾഡ് ക്യാപിറ്റൽ. നമ്മൾ ഒരു സ്ഥാപനം തുടങ്ങാൻ നമ്മൾ മുടക്കുന്ന മുതലിനെ പറയുന്നത് ക്യാപിറ്റൽ എന്നാ പറയുന്നത്, മുടക്കുമുതൽ. ക്യാപിറ്റൽ ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ സ്റ്റാർട്ടിങ്. ഏത് സംരംഭമാണെങ്കിലും ക്യാപിറ്റൽ, മൂലധനം വളരെ പ്രാധാന്യമുള്ളതാണ്. However, every business does not need a lot of capital to start. പക്ഷെ ഒരു കാര്യമുണ്ട്, എല്ലാ ബിസിനസ് തുടങ്ങാനും വലിയ ക്യാപിറ്റൽ വേണം എന്നൊന്നുമില്ല. In the activity, you would have seen that every entrepreneur started with a different amount. അപ്പോൾ നമ്മൾ ആക്ടിവിറ്റിയിൽ ഒരു കാര്യം കണ്ടു, ഓരോരുത്തരും ഓരോ സംരംഭം തുടങ്ങുന്നത് പല വലിപ്പത്തിലുള്ള എമൗണ്ട് കൊണ്ടിടാം. ചില ആയിരങ്ങളുമുണ്ട്, ചിലത് ലക്ഷങ്ങളുമുണ്ട്, ചിലത് കോടികളുമുണ്ട്. അങ്ങനെയല്ലേ? Some had a lot of money, ചിലതിന് ഒത്തിരി പൈസ വേണം. Some did not, but they are successful today. പക്ഷെ അവരൊക്കെ സക്സസ്ഫുൾ ആണ്. Depending on how much money you have or can borrow,
you can start a business with that much money. അപ്പോൾ നമ്മുടെ കയ്യിൽ എത്രയുണ്ട്, അല്ലെങ്കിൽ നമുക്ക് എത്രത്തോളം പണം കടം കിട്ടും, അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ നമ്മുടെ സംരംഭം തുടങ്ങുന്നത്. വൺസ് യു മേക്ക് മോർ മണി, നമ്മൾ കൂടുതൽ പൈസ ഉണ്ടാക്കാൻ തുടങ്ങുന്നതോട് കൂടി യു ക്യാൻ പുട്ട് ദാറ്റ് ഇൻ ടു യുവർ ബിസിനസ് ടു മേക്ക് ഇറ്റ് ബിഗർ. നമ്മൾ ആ പൈസയും കൂടി ഇട്ടിട്ട് നമ്മളുടെ കച്ചവടം, നമ്മുടെ സ്ഥാപനം, നമ്മുടെ വ്യവസായം നമ്മൾ വലുതാക്കും. രണ്ടാമത്തെ ആക്ടിവിറ്റി നമുക്ക് നോക്കാം, ടോക്കിംഗ് ടു എന്റർപ്രനേഴ്സ് ഇന്റർവ്യൂ. എന്റർപ്രനേഴ്സ് ഇന്റർവ്യൂ ആണ്. ഇൻ ദിസ് ആക്ടിവിറ്റി students speak to entrepreneurs and learn about the money needed to start a business and how to raise money needed for the business. അപ്പോൾ ഇവിടെ ഓരോ എന്റർപ്രനേഴ്സും നമ്മൾ മനസ്സിലാക്കുകയാണ് എത്രത്തോളം പൈസ അവർ മുടക്കി, അവരെങ്ങനെയാ ഈ പൈസ നേടിയെടുത്തത്. Students should find out how the entrepreneurs raise the money for their business. Instruction, ഇവിടെ ഒരു നിർദ്ദേശം വെച്ചിട്ടുണ്ട്. Identify 3 different types of successful entrepreneurs in India. നിങ്ങളുടെ പ്രദേശത്തെ 3 വ്യത്യസ്തരായ വിജയിച്ച എന്റർപ്രനേഴ്സിനെ കണ്ടെത്തും. Ask them how much money they started their business. അവർ എത്രത്തോളം പൈസ മുടക്കിയിട്ടുണ്ട് ഓരോ ബിസിനസ്. What are the source? അവരുടെ സോഴ്സ് എന്തായിരുന്നു? Caution. Not everyone likes talking about money. Please ask your question with respect. If someone does not want to answer later. എല്ലാവർക്കും എത്ര പൈസ മുടക്കി, പൈസയുടെ കാര്യമൊക്കെ ചോദിക്കുമ്പോൾ കൃത്യമായ ഉത്തരം തരണമെന്നൊന്നുമില്ല. ആർക്കും ഉത്തരം പറഞ്ഞില്ല, അവരെ വിട്ടുതരാം, അടുത്ത ആളോട് ചോദിക്കും. ഫിൽ ടേബിൾ ആഫ്റ്റർ കോൺവെർസേഷൻ. അപ്പൊ താഴെ അതൊന്ന് ഫില്ല് ചെയ്യാനാ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഒരു എന്റർപ്രനറിനെ കണ്ടു, അയാളുടെ പേര് കാശിഷ് എന്നാണ്. അയാളുടെ ബിസിനസ് ലൈറ്റ് ബൾബ് ഷോപ്പാണ്. അയാൾ മുടക്കിയ മൂലധനം 50,000 മുതൽ 1,00,000 വരെ. അപ്പൊ നമുക്ക് എന്താന്ന് വെച്ചാൽ അവിടെ എഴുതാം. പിന്നെ രണ്ടാമത്തെ ബിസിനസ് അവിടെ വലതുവശത്ത് എഴുതാം, അല്ലെങ്കിൽ നമ്മൾ കണ്ടെത്തിയ 2-3 പേരുടെ പേരും ബിസിനസ്സും ക്യാപിറ്റലും എഴുതാം. പിന്നെ ഒരാള് 2001 സ്റ്റാർട്ട് ചെയ്തത്. ഹൗ ഡസ് വൺ റേസ് മണി ഫോർ ബിസിനസ്, വാട്ട് ആർ ദ സോഴ്സ്? ചിലപ്പോൾ ഫാമിലിയിൽ നിന്ന് ബോറോ ചെയ്ത മണി ആയിരിക്കും, സ്വന്തം പൈസ ആയിരിക്കും. അപ്പോ ഐ ബോറോഡ് മണി ഫ്രം മൈ ഫാമിലി, എന്റെ കുടുംബത്തിൽ നിന്ന് വാങ്ങിയതാണ്. കമ്പയർ ദി എമൗണ്ട്സ് അക്രോസ് ദ ബിസിനസ്, വാട്ട് ഡു യു സി? അതൊന്ന് കമ്പയർ ചെയ്ത് നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമുക്ക് മൂന്നാമത്തെ ഒരു തെറ്റിദ്ധാരണയിലേക്ക് പോകാം. മിസ്കൺസെപ്ഷൻ, മിത്ത്. A misconception we have is that only a person having a big business is an entrepreneur. മൂന്നാമത്തെ വലിയൊരു തെറ്റാണ് നമ്മൾ തെറ്റായി മനസ്സിലാക്കിയിട്ടുള്ളത്. വലിയ ബിസിനസ്സാണ് എന്റർപ്രനർ ചെയ്യുന്നത്. ഷീല is 35-year-old, 35 വയസ്സുണ്ട്, ലേഡിയാണ്. ഷീ ലവ്ഡ് ടു ഡ്രൈവ്, അവർക്ക് വണ്ടി ഓടിക്കാനൊക്കെ താല്പര്യമുണ്ട്. ഷീ വർക്ക്ഡ് ഹാർഡ് ഫോർ 5 years and bought a taxi product. ഒരു 5 വർഷം ശരിക്കും അധ്വാനിച്ചു, ഒരു ടാക്സി വാങ്ങി. She wanted to be different from other taxi drivers in the city. അവർക്ക് പ്രത്യേക വേറിട്ട ഒരു ചിന്തയുണ്ടായി. She said hello to her customers. കസ്റ്റമേഴ്സിനെ കാണുമ്പോൾ ഹലോ പറയും. She would put that day's newspaper in her car. കാറിൽ ആ ദിവസത്തെ ന്യൂസ് പേപ്പർ ഇടും for her customers to read. She had a small TV where customers could watch different channels. ഒരു ടി വി ഒക്കെ ഉണ്ടാവും, ആ ടി വിയിൽ പല ചാനലും കാണാൻ പറ്റും. She also had a board with the numbers of the nearby hospitals and hotels. അടുത്തുള്ള ഹോസ്പിറ്റലിന്റെ ഹോട്ടലിന്റെ ഒക്കെ നമ്പറുകൾ അവരുടെ കയ്യിൽ ഒരു ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. Because of this, customers would stand in line, take a ride in her Amex. അപ്പൊ ഇങ്ങനെയുള്ള ചില സർവീസ് കാരണം പലരും അവരുടെ ക്യൂ നിന്നിട്ടാണ് അവരുടെ ടാക്സി വിളിച്ചത്. നമ്മളുടെ ഷീലയുടെ കഥ വായിച്ചു കഴിഞ്ഞിട്ട് വാട്ട് വാസ് ഷീല ഡൂയിങ്? ഷീല എന്താ ചെയ്യുന്നത്? വാട്ട് വാസ് ഷീ ഡൂയിങ് ഇറ്റ്? വൈ വാസ് ഷീ ഡൂയിങ്? അപ്പോ അവര് ഒരു ടാക്സി വാങ്ങി അവർക്കൊരു വ്യത്യസ്തമായ
ഡിഫറെന്റ് ഫ്രം അതേഴ്സ്. അപ്പോൾ ന്യൂസ് പേപ്പർ, ടി വി അങ്ങനെയുള്ള സംഭവം എക്സ്ട്രാ ചില സർവീസ് എല്ലാം കൊടുത്തു. അപ്പൊ അങ്ങനെ ഒരു ഉത്തരം പറയാൻ പറ്റും. Many of us may not call Sheila an entrepreneur because she had a taxi business. നമ്മൾ പലരും അവരൊരു എന്റർപ്രണർ ആണെന്ന് പറയില്ല, ടാക്സി ബിസിനസ്സുകാരൻ. However, she was working for herself, was thinking about what her customers would want and was adding good things to a taxi. പക്ഷെ നമുക്കൊരു കാര്യം ആലോചിക്കാം, കസ്റ്റമേഴ്സ് എന്താ വേണ്ടതെന്ന് അവർക്ക് മനസ്സിലായി, അത് അവരുടെ ബിസിനസ്സിൽ ആഡ് ചെയ്തു. ആസ് പെർ അവർ ഡെഫിനിഷൻ, നമ്മളുടെ ഡെഫിനിഷൻ അനുസരിച്ച് അവരൊരു എന്റർപ്രണർ ആണ്. She's an entrepreneur. No business is big or small. ഒരു ബിസിനസ്സും ചെറുതുമല്ല വലുതുമല്ല. If a person is running a business to fulfill customers' need, ഒരു പേഴ്സൺ ഒരു കസ്റ്റമറിന്റെ നീഡിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ, ആ നീഡ് സാറ്റിസ്ഫൈ ചെയ്യാൻ ആ ആളിനെ നമ്മൾ എന്റർപ്രണർ എന്ന് പറയും. മോസ്റ്റ് ബിസിനസ് സ്റ്റാർട്ട് സ്മോൾ. പല ബിസിനസ്സുകളും ചെറുതായിട്ടാണ് തുടങ്ങുന്നത്. ഇറ്റ് ബിക്കംസ് ബിഗ് വിത്ത് ഹാർഡ് വർക്ക് ആൻഡ് ക്രിയേറ്റിവിറ്റി. അദ്ദേഹത്തിന്റെ ക്രിയേറ്റിവിറ്റിയും കഠിനാധ്വാനം കൊണ്ട് അത് വലുതാകുക ചെയ്യും. ഇനി നാലാമത്തെ ഒരു തെറ്റിദ്ധാരണ, മിത്ത് നമുക്ക് നോക്കാം. മിസ്കൺസെപ്ഷൻ വി ഹാവ് ഈസ് ദാറ്റ് എന്റർപ്രണേഴ്സ് ആർ ബോൺ നോട്ട് മെയ്ഡ്. ഇത് പലരും തെറ്റിദ്ധരിക്കുന്നത് ഇത് ഈ സംരംഭകത്വം എന്ന് പറയുന്നത് ജന്മനാ കിട്ടുന്ന, അല്ല നമ്മൾ അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടാക്കിയെടുക്കുന്നതല്ല. ബിഫോർ വി റീഡ് ഓൺ, ആസ്ക് യുവർ സെൽഫ് ദിസ് ക്വസ്റ്റ്യൻ. നമ്മൾ ഇത് വായിക്കുന്നതിന് മുമ്പ് നമ്മൾ ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കാം. ഡു യു തിങ്ക് യു ക്യാൻ ബി ആൻ എന്റർപ്രണർ? നിങ്ങൾ വിചാരിക്കുന്നില്ല നിങ്ങൾക്ക് ഒരു എന്റർപ്രണർ ആകാൻ കഴിയുമെന്ന്? അത് യെസ്സും ആകാം, നോയും ആകാം. നമുക്ക് ആ ആക്ടിവിറ്റിയിലേക്ക് പോകാം. മേക്ക് ആൻഡ് സെൽ. ഇൻ ദിസ് ആക്ടിവിറ്റി സ്റ്റുഡൻസ് മേക്ക് ആൻ ഐറ്റം ഇൻ ക്ലാസ് ആൻഡ് സ്റ്റെപ്പ് ഹൗ ടു സെൽ ഇറ്റ് ടു സമൺ. അപ്പോ ഒരു ഐറ്റം ക്ലാസ്സിലാണ്, എന്നിട്ട് സ്റ്റെപ്പ് ഔട്ട് ടു സെൽ ഇറ്റ് ടു സമൺ, എന്നിട്ട് അത് വിൽക്കാൻ പോകാൻ പറ്റും. ഇൻസ്ട്രക്ഷൻ. ഫോം ഗ്രൂപ്പ് ഓഫ് 5 people ഈച്ച്. 5 പേരുള്ള ഒരു ഗ്രൂപ്പ് ഉണ്ട്. ആ 5 പേരുള്ള ഓരോ ഗ്രൂപ്പിലും പെൺകുട്ടികളും ആൺകുട്ടികളും ഉണ്ട്. ലുക്ക് ഇൻ ടു യുവർ ബാഗ്സ് ആൻഡ് ഡെസ്ക് ആൻഡ് ഫൈൻഡ് എനി 3 items. പുട്ട് ദം ഓൺ യുവർ ഡെസ്ക്. നമ്മുടെ ബാഗിലും ഡെസ്കിലും ഒക്കെ നോക്കിയിട്ട് ഒരു 3 items. വിത്ത് ദ മെറ്റീരിയൽസ് യു ഹാവ് കളക്ടഡ് മേക്ക് ആൻ ഓബ്ജക്ട്. ടേക്ക് 15 minutes ടു ഡു ദിസ്. അത് വെച്ചൊരു ഓബ്ജക്ട് ഉണ്ടാക്കി. നൗ ടേക്ക് 30 minutes ടു സെൽ ഇറ്റ് ഫോർ ടു someone in school. അത് 30 മിനിറ്റിനുള്ളിൽ ആർക്കെങ്കിലും വിൽക്കാൻ കഴിയുമോ? Where you are able to do it, what do you do now? Think, can you be an entrepreneur? ഇത് നമുക്ക് ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ നമ്മളൊരു എന്റർപ്രണർ. Sometimes we think that only some people have the talent for doing business. ചിലപ്പോൾ നമ്മൾ വിചാരിക്കും ചില ആൾക്കാർക്ക് മാത്രമേ ഈ എന്റർപ്രണറിനുള്ള അഭിരുചി, ടേസ്റ്റ്, ടാലന്റ് ഉള്ളെന്ന് വിചാരിക്കും. An entrepreneur is a person who does whatever it takes to make the business successful. ഒരു സംരംഭകനെ സംബന്ധിച്ചിടത്തോളം ആ ബിസിനസ് പ്രവർത്തനം സക്സസ്ഫുൾ ആകാൻ എന്തൊക്കെ ചെയ്യും അതൊക്കെ ചെയ്യും. In the above activity, you did everything you could do to sell your product. അപ്പോൾ ആ പ്രോഡക്റ്റ് സെല്ലാകാൻ എന്തൊക്കെ ആക്ടിവിറ്റി വേണം അതൊക്കെ ചെയ്യും. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളൊരു എന്റർപ്രണർ ആയി. Being an entrepreneur, start with a way of thinking. ഒരു അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചിന്ത വേണം. യു മസ്റ്റ് ബിലീവ് ദാറ്റ് എനിത്തിങ് ഈസ് പോസിബിൾ ആൻഡ് ഇറ്റ് ഷാൽ ബി അച്ചീവ്. നമ്മൾ അവിടെ ആദ്യം വിചാരിക്കേണ്ട ഒരു കാര്യം, എല്ലാം സാധ്യമാണ്, എല്ലാം സുസാധ്യമാണ്, അത് നമുക്ക് അച്ചീവ് ചെയ്യാനും പറ്റും. ഇറ്റ് സ്റ്റാർട്ട്സ് വിത്ത് തിങ്കിങ് ഓഫ് എൻ ഐഡിയ ദാറ്റ് യു വാണ്ട് ടു വർക്ക് ഓൺ. അപ്പോൾ ഒരു നടക്കുന്ന കാര്യം നമ്മൾ ചിന്തിക്കുക, മേക്കിംഗ് ഇറ്റ് ഡിഫറെന്റ്, ഒരു വ്യത്യസ്തത കൊണ്ടുവരിക. There are 4 misconceptions that broke about. അപ്പൊ അങ്ങനെ നമ്മൾ 1, 2, 3, 4 എന്ന് പറഞ്ഞ് 4 മിത്തുകൾ, മിസ്കൺസെപ്ഷൻസ് നമ്മൾ ബ്രേക്ക് ചെയ്തു. ഇവിടെ വാട്ട് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ മിസ്കൺസെപ്ഷൻ ആൻഡ് റിയാലിറ്റി? ഗിവ് ആൻ എക്സാമ്പിൾ. നമ്മൾ 4 കാര്യം ഇവിടെ മുകളിൽ പറഞ്ഞിട്ടുണ്ട്, അത് പരിശോധിക്കുക, ഇതിന്റെ ഒരു ആൻസർ എഴുതുക. മാച്ച് ഈച്ച് സ്റ്റോറി ബിലോ വിത്ത് ദ മിസ്കൺസെപ്ഷൻ എബോവ്. രാമു ഓൺ എ ലാർജ് ക്ലോത്ത് ഷോപ്പ്. Shamu has a small store selling handmade sarees. Shamu does not call himself an entrepreneur. Every business idea needs to be unique or special. അപ്പൊ അവിടെ നമ്മൾ വിചാരിക്കുന്നത്, അവിടെ നമ്മൾ ഒരു മിസ്കൺസെപ്റ്റ്, അത് എല്ലാ
കച്ചവടത്തിന് ഒരു നൂതന സ്വഭാവം ഉണ്ടായിരിക്കണം. അല്ല, അങ്ങനെ വേണമെന്നില്ല. Anna has a great idea for a website. She has rupees 5,000. She is waiting for 20,000 more so that she can start it. അപ്പോ അന്നയ്ക്ക് ഒരു ഭയങ്കര ഐഡിയ ഉണ്ട്. അവർക്ക് 5,000 രൂപയുള്ളൂ. ഒരു 20,000 രൂപയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. Entrepreneurs are born, not made. In a city, അപ്പൊ നമ്മള് അത് മാച്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. മാച്ച് ഈസ് സ്റ്റോറി ബിലോ മിസ്കൺസെപ്ഷൻ. ഇൻ എ സിറ്റി ഓഫ് തൗസൻഡ്സ്. അപ്പോ അത് നമുക്ക് അന്നയുടെ ലാസ്റ്റ് ഓപ്ഷനുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. എ പേഴ്സൺ നീഡ്സ് ടു ഹാവ് എ ബിഗ് ബിസിനസ് ടു ബി കോൾഡ് ആൻ എന്റർപ്രനർ. അതുമായിട്ട് നമുക്ക് മാച്ച് ചെയ്യാൻ പറ്റും. In a city of thousands of tailoring shop, Gauri is a tailor who stitches good quality clothes and has a very successful business. And every business idea needs to be unique or special. ഇതിനോട് എഴുതാൻ പറ്റും. പിന്നെ രാമുവിന്റെ കാര്യം, എന്റർപ്രനേഴ്സ് ആർ ബോൺ നോട്ട് മെയ്ഡ്. അപ്പൊ അങ്ങനെ ഒരു മാച്ചിങ് നമ്മൾ പറഞ്ഞു. അപ്പൊ ഇവിടെ നമ്മൾ പഠിക്കുന്നത് മിസ്കൺസെപ്ഷൻ അറൌണ്ട് എന്റർപ്രനർഷിപ്പ് ആൻഡ് ദ ട്രൂത്ത് ബിഹൈൻഡ് ദം. അതാണ് നമ്മൾ പഠിക്കുന്നത്. സെക്ഷൻ 4 എന്റർപ്രനേഴ്സ് ആസ് എ കരിയർ ഓപ്ഷൻ. നമ്മുടെ തൊഴിൽ, അതിനെ കുറിച്ചാണ് പറയുന്നത്. So far we have discussed that the effect of entrepreneurship on society, the qualities and functions of an entrepreneur, and the misconception we might have about entrepreneurs. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇതുവരെ പറഞ്ഞത്. അതായത് സംരംഭകനും സൊസൈറ്റിയിലുള്ള എഫക്റ്റ്, ആളുടെ ക്വാളിറ്റീസ്, ഫങ്ഷൻസ്, ചില മിസ്കൺസെപ്റ്റുകൾ, മിത്തുകൾ, ഒക്കെയാണ് നമ്മൾ പറഞ്ഞത്. ഇൻ ദിസ് സെക്ഷൻ വി ഷാൽ തിങ്ക് അബൌട്ട് എന്റർപ്രനർഷിപ്പ് ആസ് എ ലൈഫ് ചോയ്സ്. നമ്മളുടെ ജീവസന്ധാരണത്തിൽ, നമ്മുടെ തൊഴിലായിട്ട് നമ്മൾ ഇത് തിരഞ്ഞെടുക്കുമ്പോൾ ഉള്ള കാര്യങ്ങൾ ഇനി പറയാം. എ കരിയർ ഈസ് എ ലൈൻ ഓഫ് വർക്ക് ദാറ്റ് എ പേഴ്സൺ ടേക്സ് ഫോർ ലൈഫ്. അപ്പൊ ഒരു കരിയർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഏറ്റെടുക്കുന്ന ഒരു തൊഴിലാണ് നമ്മളുടെ ജീവിതത്തിന് വേണ്ടി. There are two ways a person can earn living. ഇപ്പൊ 2 രീതിയിൽ നമുക്ക് ജീവിക്കാൻ പറ്റും. ഒന്ന് സെൽഫ് എംപ്ലോയ്മെന്റ്, സ്വയം തൊഴിൽ കണ്ടെത്തുക. 2 വേജ് എംപ്ലോയ്മെന്റ്, മറ്റൊരിടത്ത് ജോലി ചെയ്ത് പൈസ സമ്പാദിക്കുക. ഫോർ എക്സാമ്പിൾ, എ ഡോക്ടർ ഹു വർക്ക്സ് ഫോർ എ ഹോസ്പിറ്റൽ ഈസ് എ വേജ് എംപ്ലോയ്ഡ് പേഴ്സൺ. ഒരു ഡോക്ടർ ഒരു ഹോസ്പിറ്റലിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ അദ്ദേഹത്തിന് അവിടുന്ന് സാലറി അല്ലെങ്കിൽ വേജ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഫീസ് കിട്ടും. The same doctor has their own clinic. He or she is a self-employed person. സ്വന്തം ക്ലിനിക്കിലാണ് ഇദ്ദേഹം വർക്ക് ചെയ്യുന്നത്. നമ്മൾ അദ്ദേഹത്തിനെ വിളിക്കുന്നത് സെൽഫ് എംപ്ലോയിഡ് പേഴ്സൺ. എ സെൽഫ് എംപ്ലോയിഡ് പേഴ്സൺ റണ്ണിങ് എ ബിസിനസ് സാറ്റിസ്ഫൈസ് എ നീഡ് ബൈ ട്രൈങ് ന്യൂ ഐഡിയാസ്. അപ്പോൾ ഒരു സെൽഫ് എംപ്ലോയിഡ് പേഴ്സൺ അദ്ദേഹത്തിന്റെ ബിസിനസ് നടത്തുന്നത് നീഡ് സാറ്റിസ്ഫൈ ചെയ്യാനാണ്. പുതിയ ചില ഐഡിയാസും വർക്ക്ഔട്ട് ചെയ്ത് നോക്കും. A person who become an entrepreneur goes through a career process. അപ്പോൾ ഒരു കരിയർ പ്രോസസ്സിൽ കൂടെ പോകും. ഇതില് പ്രോസസ്സാണ് എൻ്റർ, സർവൈവ്, ഗ്രോ. When an entrepreneur is starting, they are just entering the market to do business. For example, Sanjana is starting a small grocery store in a locality. അപ്പോൾ ഒരു എൻട്രി ആണ് പറയുന്നത്. ആദ്യം ഒരു സ്ഥാപനം നമ്മൾ തുടങ്ങുന്നു. ഒരു ഗ്രോസറി ഷോപ്പ്, പലചരക്കടയാണ് ലോക്കലിൽ തുടങ്ങി. സർവൈവ് ആണ് പറയുന്നത്. അടുത്ത് നിലനിൽക്കുക ബിസിനസ്. There are many entrepreneurs in the market. The entrepreneur has to remain in a competitive market. വളരെ മത്സരമുള്ള ഒരു മേഖലയാണ്. ധാരാളം ആൾക്കാർ ഇതേപോലെ കച്ചവടം ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ സർവൈവ് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. For example, there are many other grocery stores in there. മറ്റു ചില പലചരക്ക് സാധനങ്ങൾ വിൽക്കുന്ന കടകളുണ്ട്. സഞ്ജന സ്റ്റോർ സർവൈവ്സ് ദ കോമ്പറ്റീഷൻ ഇൻഡസ്ട്രി. ആ കോമ്പറ്റീഷനെ തരണം ചെയ്യുന്നുണ്ട്, നല്ലവണ്ണം വിൽക്കുന്നുണ്ട്. ഷി ആൾസോ എക്സ്പാൻഡ് ദ സ്റ്റോർ ടു 2 more floors. താഴത്തെ ഒരു നിലയല്ല, 2-3 നിലകളിലേക്കും കൂടെ അവരുടെ കച്ചവടം വർദ്ധിപ്പിച്ചു.
അപ്പോ ഒരു സ്മോൾ ഗ്രോസറി ഷോപ്പ് തുടങ്ങുന്നു, അതേപോലെ തന്നെ സർവൈവ് ചെയ്യുന്നു കോമ്പറ്റീഷനിൽ. അവരുടെ ആദ്യഘട്ട എക്സ്പാൻഷനും നമ്മൾ കാണുന്നു. ഇനി ഗ്രോ ആണ് പറയുന്നത്. വൺസ് എ ബിസിനസ് സ്റ്റേബിൾ, ഒരിക്കൽ ആ ബിസിനസ് സ്റ്റേബിൾ ആയി കഴിഞ്ഞാൽ എന്റർപ്രനർ തിങ്സ് അബൌട്ട് എക്സ്പാൻഡിങ് ഇറ്റ്സ് ഓർ നമ്മൾ അതിനെ വികസിപ്പിക്കാൻ നോക്കും. ഫോർ എക്സാമ്പിൾ, ആഫ്റ്റർ 5 years, 5 വർഷം കഴിഞ്ഞു, സഞ്ജന ഹാസ് ഓപ്പൺഡ് എ ചെയിൻ ഓഫ് 4 more ഗ്രോസറി സ്റ്റോഴ്സ് ഇൻ ദ സെയിം സിറ്റി. ആ സെയിം സിറ്റിയിൽ 4-5 കടകളും കൂടെ, 4 കടകളും കൂടെ, 4ലധികം കടകൾ തുടങ്ങി. ഇൻ ദ നെക്സ്റ്റ് 2 years ഷീ പ്ലാൻസ് ടു എക്സ്പാൻഡ് ടു അതർ സിറ്റീസ്. ഇനി മറ്റു നഗരങ്ങളിലേക്കും കൂടെ അവരുടെ ബിസിനസ് വർദ്ധിപ്പിക്കാൻ അവർക്ക് താല്പര്യം. ടോക്കിംഗ് അബൌട്ട് എന്റർപ്രനേഴ്സ് ആക്ടിവിറ്റി ഒന്നാണ് ആസ് എ ലൈഫ് ഓപ്ഷൻ. ഇൻ ദിസ് ആക്ടിവിറ്റി യു വിൽ കമ്പയർ എന്റർപ്രനർഷിപ്പ് ആൻഡ് വേജ് എംപ്ലോയ്മെന്റ്. അപ്പൊ ഇവിടെ ഈ ആക്ടിവിറ്റിയിൽ നമുക്ക് ശമ്പളം കിട്ടുന്നതും അല്ലെങ്കിൽ കൂലി കിട്ടുന്നതും എന്റർപ്രനറുമായിട്ട് കമ്പയർ ചെയ്യാം. ഇൻസ്ട്രക്ഷൻസ്: പെയറായിട്ട് നിൽക്കുക, ജോഡികളായിട്ട്, അതായത് 2 പേര് വീതം. ഇമാജിൻ 5 years ഇൻ ദ ഫ്യൂച്ചർ. നിങ്ങൾ ഒരു 5 വർഷം ഇമാജിൻ ചെയ്യുക ഭാവിയിൽ. 1 person ഇൻ ദ പെയർ ഈസ് എ വേജ് എംപ്ലോയിഡ്. ഒരാള് വേറൊരിടത്ത് ജോലി ചെയ്യുക, മറ്റേ ആള് ഒരു എന്റർപ്രനറാണ്. ഡിസ്കസ് ഹൗ യുവർ ലൈഫ്സ് ആർ സിമിലർ ആൻഡ് ഡിഫറെന്റ് ഫ്രം ഈച്ച് അതർ. എത്രത്തോളം സാമ്യമുണ്ട്, എത്രത്തോളം സാമ്യം ഇല്ല എന്ന് ചർച്ച ചെയ്യുക. ഹാവ് എ ഡിബേറ്റ് വിത്ത് യുവർ ക്ലാസ് ആൻഡ് യുവർ ടീച്ചർ. അപ്പൊ ക്ലാസ്സിൽ ടീച്ചറുമായിട്ട് വാട്ട് ഡിഫറൻസ് ഡിഡ് യു ഫൈൻഡ് ബിറ്റ്വീൻ എന്റർപ്രനർഷിപ്പ് ആൻഡ് വേജ് എംപ്ലോയ്മെന്റ് ആസ് എ ലൈഫ് ചോയ്സ്? എന്താണ് നിങ്ങൾ വ്യത്യാസം കാണുന്നത്? വാട്ട് ഡിഡ് യു ഫൈൻഡ് മോർ ഇൻട്രസ്റ്റിംഗ്? ഏതാണ് മോർ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നത്? നമുക്ക് ചുരുക്കത്തിൽ പറയാവുന്നത്, ഒരു വേജ് ഏണർ ആണെങ്കിൽ കൺസിസ്റ്റന്റ് ആയിട്ട് അയാൾക്ക് ശമ്പളം കിട്ടിക്കൊണ്ടിരിക്കും, ഒരു ജോലിയിൽ സ്ഥിരത ഉണ്ടാവില്ല. എന്റർപ്രനറെ സംബന്ധിച്ചോളം ധാരാളം കഷ്ടപ്പെടേണ്ടതുണ്ട്. അപ്സ് ആൻഡ് ഡൗൺസ് മാർക്കറ്റിലെ ഉണ്ടാകും. ചിലപ്പോഴെങ്കിലും പരാജയപ്പെടാൻ സാധ്യതയുണ്ട്. പക്ഷെ ഒരു വേജ് ഏണർ ആണെങ്കിൽ അങ്ങനെയില്ല, കൺസിസ്റ്റന്റ് ആയിട്ട് അയാൾക്ക് പൈസ കിട്ടിക്കൊണ്ടിരിക്കും. എന്റർപ്രനറിന് ചിലപ്പോഴൊക്കെ റിസ്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്, ചിലപ്പോൾ മിക്കപ്പോഴും വലിയ ഗ്രോത്ത് ഉണ്ടാകാനും സാധ്യത. പവർ ഓഫ് എന്റർപ്രനർഷിപ്പ് പ്രൊസീജിയർ. ഇൻ ദിസ് ആക്ടിവിറ്റി students shall prepare and present why they think entrepreneurship is a good life option for a person and for the society. അപ്പോൾ ഇവിടെ നമ്മൾ എന്റർപ്രനർ സ്കില്ലിന് പ്രാധാന്യം കൊടുക്കേണ്ടതുണ്ട്. അതിലൂന്നി വേണം സംസാരിക്കാൻ. ഇത് മാത്രമല്ല, എന്റർപ്രനർഷിപ്പ് ഒരു വികസിപ്പിക്കേണ്ട മേഖലയാണെന്ന് ഗവൺമെന്റ് വിചാരിക്കുകയും പഠിപ്പിക്കുകയും അങ്ങനെ ഒരു ഉദ്ദേശം കൂടെ ഉണ്ടാകാം ഈ പാഠഭാഗം കൊണ്ട്. ഒരു 5 ഗ്രൂപ്പാകാൻ പറഞ്ഞിട്ടുണ്ട്. ഇമാജിൻ യു ബിലീവ് ദാറ്റ് പീപ്പിൾ ഷുഡ് ബിക്കം എന്റർപ്രനേഴ്സ്. ആൾക്കാർ എന്റർപ്രനേഴ്സ് ആകുന്നു. യു ആർ സ്പീക്കിംഗ് അറ്റ് യുവർ സ്കൂൾ അസംബ്ലി. നിങ്ങൾ സ്കൂൾ അസംബ്ലിയിൽ സംസാരിക്കുന്നു. യു ഹാവ് ടു ടോക്ക് ടു ദ ഓഡിയൻസ് അബൌട്ട് ദി പവർ ഓഫ് എന്റർപ്രനർ. ആ സംരംഭകന്റെ പവർ എത്രത്തോളം ഉണ്ട്, അതിനുവേണ്ടി ഒരു പ്രസന്റേഷൻ തയ്യാറാക്കി. അപ്പോ അത് നമുക്ക് പ്രസന്റ് ചെയ്യാനായിട്ട് സംസാരിക്കാം, വരക്കാം, ആക്ട് ചെയ്ത് കാണിക്കാം, പാടാം, ഡാൻസ് ചെയ്യാം. യു ഹാവ് 15 minutes ടു പ്രിപ്പയർ, യു വിൽ ഹാവ് 5 minutes ടു പ്രസന്റ്. അപ്പൊ അങ്ങനെ ഒരു ആക്ടിവിറ്റിയെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. തിങ്സ് ടു റിമെമ്പർ. ഇവിടെ ഓർക്കേണ്ട കാര്യങ്ങൾ എന്താണ്? ആൻ എന്റർപ്രനർ ഡസ് എ ലോട്ട് ഓഫ് വർക്ക് ഇൻ ഹിസ് ഓർ ഹെർ ബിസിനസ്. ധാരാളം കാര്യങ്ങൾ ചെയ്യും. വൺ ഹാസ് ടു ലേൺ ആൻഡ് പ്രാക്ടീസ് ദീസ് ആക്ഷൻസ് ബിഫോർ ദെൻ ട്രൈ ഇറ്റ് ഔട്ട് ഇൻ ദെയർ ബിസിനസ്. ട്രൈ ചെയ്യുന്നതിന് മുമ്പ് കുറെ അധികം കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടതുണ്ട്. ദിസ് ക്യാൻ ബി ഡൺ ഐദർ ബൈ ലേണിംഗ് ഫ്രം യുവർ സ്കൂൾ ആൻഡ് കോളേജ് ഓർ പ്രാക്ടീസിങ് ദം വൈൽ വർക്കിംഗ് ഫോർ സമ്മൺ. അപ്പോ നമുക്കിത് സ്കൂളിൽ നിന്നും കോളേജിൽ നിന്നും ഒക്കെ പഠിക്കാം. ഇഫ് യു ആർ ബിലീവിംഗ് ഇൻ യുവർ ഐഡിയ, നമ്മുടെ ഐഡിയയിൽ വിശ്വാസം ഉണ്ടെങ്കിൽ സ്റ്റാർട്ട് യുവർ ബിസിനസ്. ബീങ് എൻ എന്റർപ്രനർ ക്യാൻ ബി എ റിസ്കി. ഒരു എന്റർപ്രനർ ആകുന്ന ഇച്ചിരി റിസ്കിയാണ്. ബട്ട് ഇഫ് യു ഡു നോട്ട് ട്രൈ യു വിൽ നോട്ട് നോ. പക്ഷെ അത് ട്രൈ ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകില്ല. യു ഹാവ് എ റീഡ് എ ലോട്ട് അബൌട്ട് എന്റർപ്രനർഷിപ്പ്. നിങ്ങൾ എന്റർപ്രനർഷിപ്പിനെ കുറിച്ച് കൂടുതൽ
വായിക്കേണ്ടതുണ്ട്. ഡു യു വാണ്ട് ടു ബി എൻ എന്റർപ്രനർ? നിങ്ങൾക്ക് ഒരു എന്റർപ്രനർ ആകണോ? റൈറ്റ് യുവർ തോട്ട്സ് ഇൻ ദി ടേബിൾ ബിലോ. താഴെ പറഞ്ഞിരിക്കുന്നു ടേബിളിൽ എഴുതുക. പ്ലീസ് ആഡ് യുവർ തോട്ട്സ് അബൌട്ട് എന്റർപ്രനർ. Go back to the exercise you went through in session 1. You thought of some business ideas to solve problems in your school. സ്കൂളിൽ നമ്മൾ എന്തെങ്കിലും ഒരു പ്രോബ്ലം പരിഹരിക്കുന്ന കാര്യമാണ് പറയുന്നത്. ടേക്ക് അപ്പ് ദ സെയിം പ്രോബ്ലം ഓർ ഐഡന്റിഫൈ എ ന്യൂ വൺ. അല്ലെങ്കിൽ പുതിയൊരു പ്രോബ്ലം കണ്ടുപിടിക്കുക, അല്ലെ പുതിയത്. റൈറ്റ് ഡൗൺ ബിസിനസ് ഐഡിയാസ് ഫോർ ദ പ്രോബ്ലം ആൻഡ് സെലക്ട് വൺ ബിസിനസ് ഐഡിയ ദാറ്റ് യു വാണ്ട് ടു ട്രൈ ഔട്ട്. അപ്പോൾ ഒരെണ്ണം ചൂസ് ചെയ്യുക, എന്നിട്ട് അത് പരിഹരിക്കുക. Do whatever it takes to run your business. നമ്മുടെ ബിസിനസ് മുമ്പോട്ട് കൊണ്ടുപോകാൻ എന്താണ് വേണ്ടത് അത് ചെയ്യും. Use the qualities you identified with yourself in section 2. Remember, if you do not try, you will not know. നമ്മൾ ട്രൈ ചെയ്യുന്നില്ല എങ്കിൽ you will not know എങ്ങനെയാ എന്റർപ്രനർ ആകാന്നുള്ളത്. അപ്പോ check your progress. Right? Against the option if the business idea is of self-employment or wage employment. Cooking in a restaurant, അത് പലപ്പോഴും വേജിന് വേണ്ടി ചെയ്യും അല്ലെ. ഓണിങ് എ ക്ലോത്തിങ് ബിസിനസ്, അയാളെ നമുക്ക് എന്റർപ്രനർ ആയിട്ട് പറയാം. ഹാവിങ് എ ദോശ സെല്ലിംഗ് സ്റ്റാൾ, അതും നമുക്ക് എന്റർപ്രനർ ആയിട്ട് പറയാം. മാച്ച് ദ കോളം. സുരഭി ഓപ്പൺസ് 5 പെയിന്റിംഗ് സ്റ്റോർ അക്രോസ് ഇന്ത്യ. ഓപ്പൺസ് അല്ലേ, അപ്പൊ എന്റർ ആണ്. There are many coaching classes in Mumbai. Jacob owns one of them. He is starting morning batches to attract more students to the class. Survive. Salma has started her clothing line on the internet. അവിടുന്ന് അങ്ങോട്ടേക്ക് പോയി ഗ്രോ അല്ലേ. What you have learned? After completing the session, you will be able to define meaning of career എന്താന്ന് മനസ്സിലാവും. Present your opinion about entrepreneurship as a life option. ഇപ്പോൾ നമ്മൾ ആ എംപ്ലോയബിലിറ്റി എന്നുള്ളതിൽ എന്റർപ്രനറിയൽ സ്കിൽസിന്റെ പോർഷൻസ് ആണ് നമ്മൾ ഇതുവരെ പറഞ്ഞത്. അപ്പോൾ എന്തെങ്കിലും ഇത് ഇംപ്രൂവ് ചെയ്യാനുണ്ടെങ്കിൽ, എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക, താല്പര്യമുള്ളവർ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക്സ്.